ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ നമ്മൾ പണം മാത്രം മുടക്കിയാൽ മതി. അതിന് പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാനൊരു ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെന്നെ കളിയാക്കില്ലേ? ഞങ്ങളുടെ ജാതിക്കാർക്ക് തന്നെ കുറച്ചില്ല. അന്തസ്സില്ലാത്ത പണി. എങ്കിൽ അന്തസ്സുള്ള രീതിയിൽ തന്നെ ആയിക്കളയാം. വെറും ഒരു ബാർബർ ഷാപ്പ് ആകണ്ട, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കളയാം. എന്ത്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അതെ, അതിനൊരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് 6 ജപ്പാനെ വരുത്താം. അതാരാ? ബാർബർ കം ബ്യൂട്ടീഷ്യൻ. ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ഗുണശേഖരൻ മോലാളി. ഓഹോ, ഐ ആം RI ജപ്പാൻ FRCS. താങ്ക് യു. താങ്ക്സ്. ഹോപ്പ്ലെസ് പ്ലേസ്. ഒരു പട്ടിക്കാട് സ്ഥലമാണല്ലോ. സാരമില്ല, 1-2 ആഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ? ജപ്പാന്. എനിക്ക് വേണ്ട, ഞാൻ കുടി നിർത്തി. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. ഒരു ഫുൾ ബോട്ടിൽ ആനമയ്ക്ക് എഴുതിക്കൊള്ളൂ. അത് ഞാൻ ഏറ്റു. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ? ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ മതി, ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ 10 ആളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ. എന്തു പറ്റി? ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്. ഇതിലും കുറച്ചാ വൃത്തിയേടായിരിക്കും, അതുകൊണ്ടാ. കല്യാണം എന്നാ? നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. ഹലോ ബാർബറിയം ബ്രദർ, എനിക്ക് 2 പേരുടെ കട്ടിങ് കൂടെ ഉണ്ട്. ഞാൻ കട്ടിങ്ങിന് വന്ന പിന്നെ ഐ എം RI ജപ്പാൻ FRCS. FRCS? അതെ, ഫീമെയിൽ റവല്യൂഷണറി കോസ്മെറ്റിക് സർവീസസ്. ഈ കവലയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വന്നതാണ്. വന്നപ്പോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ബാർബറെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. സന്തോഷം. ഇവിടെ ഷേവിംഗ് റേസേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ? ഇവിടെ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത്. കത്തി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല. എങ്കിൽ ഈ ക്നാപ്പിലൂടെ എയ്ഡ്സ് പകരും മിസ്റ്റർ. ശരിയാ, ഈ ക്നാപ്പ് വെച്ച് ഞാൻ ചേട്ടനെ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതെ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എന്റെ ബ്യൂട്ടി പാർലറിൽ പരിപൂർണ അണുവിമുക്തമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഷേവിംഗ്, കമ്പ്യൂട്ടർ കട്ടിംഗ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഹെയർ റിമൂവിംഗ്, കോംപ്ലിക്കേറ്റഡ് കോമ്പാക്ട് പ്രഷർ ബ്ലീച്ചിംഗ്, ഫേഷ്യലിംഗ് ആൻഡ് ഫിനിഷിംഗ്. അങ്ങനെ സൗന്ദര്യ ശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദ്രവിച്ച കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അവിടെ പ്രത്യേകിച്ച് ഒരു കത്തിയുടെ ആവശ്യമില്ലല്ലോ. ബില്ല് തന്നെ ഒരു കത്തിയാണല്ലോ, പിന്നെ നിങ്ങളും ഉണ്ടല്ലോ. സംസാരം അതിരെ കിടക്കുന്നു. ഒരു ചീപ്പ് ബാർബറായ നീ ഒരു ബ്യൂട്ടീഷ്യനോട് മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ കടയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ തല ഞാൻ മൊട്ടയടിച്ചു വിടും. നിന്റെ തന്തയുടെയും ചെരപ്പ് നിർത്തി തെണ്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് തെണ്ടി തലച്ച് ജപ്പാനല്ല, കേട്ടോ തെണ്ടി. പോട്ടെ. ശരി. എന്തായി? തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. നന്നായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? നല്ല നാടൻ കോഴിയും പോത്തിറച്ചി. ഓക്കെ. പിന്നെ പച്ചക്കറി മുതൽ വെജിറ്റബിൾസ് വരെ വേറെ. ഓക്കെ. ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. കാണിക്കല്ലേ? ബാക്കി വന്നാൽ നമുക്ക് 2 പേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല. കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല. ഒരു 60,000 രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വല്ല പ്രശ്നമാണോ? പണം എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ?
പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ആ ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്മോൾ അടിക്കാൻ. അല്ല മോത്തരിക്കാൻ കസ്റ്റമേഴ്സിന്റെ. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻ ജോലി ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ശാന്തേ, ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. ശത്രുവിന്റെ അച്ഛൻ. അയാൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മുതലാളി, ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. കുമാരന്മാരെ, കുമാരികളെ, വൃദ്ധന്മാരെ, വൃദ്ധകളെ, യുവതീ യുവാക്കളെ, നാളെ 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 കൃത്യം 10 മണിക്ക് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടണത്തിന്റെ സൗന്ദര്യം കരകവിഞ്ഞൊഴുകുന്ന ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുകയാണ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. 90 വയസ്സു കഴിഞ്ഞ പടുവൃദ്ധയെ വെറും 1.5 മണിക്കൂർ കൊണ്ട് മധുര 17കാരിയാക്കി മാറ്റുന്ന പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. നാളെയാണ് ഗ്രാമത്തിന്റെ കവലയിൽ പട്ടണത്തിന്റെ പരിഷ്കാരം പോലെ ചൊറിയും ചിരങ്ങും പരത്തുന്ന ബാർബർ ഷാപ്പുകളെ ഉപേക്ഷിച്ച് നാളെ മുതൽ അവന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ. അച്ഛൻ വെറുതെ വഴക്കൊന്നും പോകണ്ട. സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരല്ല, ഇവിടെ വരുള്ളൂ. അല്ലേ ദിവാര? അവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതെ, നമ്മുടെ നാട്ടിലെ പുതിയ സ്ഥാപനമല്ലേ, അവിടെ നമ്മുടെ സഹകരണം വേണമല്ലോ. എന്തോ തല ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ ദിവാറിനോട് എത്ര പ്രാവശ്യം പറയണം? കാശ് തരുന്ന അടുത്ത ആഴ്ചയാണെങ്കിൽ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും പരീക്ഷണം നടത്തുന്നവർക്ക് തല കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതല്ല ആധുനിക സൗന്ദര്യ ശാസ്ത്രത്തിന്റെ സംഭാവനകളായ ഫേഷ്യലിംഗ്, ബ്ലീച്ചിംഗ്, വൈറ്റ് വാഷിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ചൊറിക്യൂർ, കഡിക്യൂർ എന്നിവയ്ക്ക് പുറമെ ഈ 6 ജപ്പാന്റെ സ്വന്തം കണ്ടുപിടുത്തമായ കമ്പ്യൂട്ടർ കട്ടിംഗ് ഭൂലോക സുന്ദരിയിൽ സുസാധ്യമാണ്. ഞങ്ങളുടെ ഇലക്ട്രോണിക് ഷേവിംഗ് വിശ്വപ്രസിദ്ധമാണ്. ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വിസിറ്റ് ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വിസിറ്റ് ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വരൂ വരൂ വരൂ, കടന്നു വരൂ ഭൂലോക സുന്ദരി ആ ബ്യൂട്ടി പാർലർ. ആ രജനീകാന്ത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. വരും വരുത്തും ഷുവർ. ആ രജനീകാന്ത് നാളെ വരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. മണി 10 കഴിഞ്ഞല്ലോ, ഇതുവരെ സിനിമ താരെത്തിയില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ, മിസ്റ്റർ രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ. സിനിമയില്ല. എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്നത് താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം. കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാര കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേട്ടത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെ ആവോ മുതലാളി? ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രജനീകാന്തിന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കൊണ്ടുവരാൻ സമയമാകുമ്പോ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത് എത്തി. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം, എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. அன்புடைய அரசுக்கு பெருமக்களே வணக்கம். முதல்ல யாரோ வீமில கை வச்சான்னு சின்ன வீட்டுக்கு கொடுத்தால் பல பேர்ல ஒண்ணு அடுப்பு. டே மாணிக்கோ, இது போறக்கண்ணா என்கிட்ட இருந்து 100 வளம் வாங்கினா 100 வளம் வாங்கின மாதிரி. ഇത് നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? அமைதி அமைதி. പ്രശ്നവും പുറകിലേക്ക് മാറിക്കോ.
എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കായത് കൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, സംഭാവന തന്ന് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആക്രമാസക്തരാകരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിതാവെന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇരിക്കണം സാർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാൽ മതിയോ? ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ 1/2 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ 1/2 ഇഞ്ച് നീളം കുറഞ്ഞു കിട്ടും. 1 മിനിറ്റ് നേരം വെച്ചാൽ 1 ഇഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് പഠിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ് സാർ. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടി വെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്ങനെ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞൂടാ? അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? 1/2 മിനിറ്റ് അല്ലേ വേണ്ടു? ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ജപ്പാൻജി, കൊല്ലുന്നേ എടാ, അടിച്ചു പൊളിക്കടാ. ഉദ്ഘാടനം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? ഞാനൊന്നും പറയട്ടെ മോനെ? വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാരും കൂടിയാണ് നശിപ്പിച്ചത്. ആ പപ്പുവിന്റെ മുമ്പിൽ എനിക്ക് തലമുക്കി നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പൊ താഴെ നോക്കി തട്ടി വീഴാതെ നടക്കാൻ പറ്റുമല്ലോ. എല്ലാ കുഴപ്പത്തിനും കാരണം ഈ താടി കോമരമാണ്. അഗതി കാന്തും പിന്നും വളക്കച്ചവടക്കാരനും നിന്റെ മുന്നാവും. എടാ രാജപ്പ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാജപ്പനോ? ആറേ ജപ്പാൻ എന്നത് ഏത് തെണ്ടി ചേർത്ത് വായിച്ചാലും രാജപ്പൻ എന്ന് വായിക്കാം. എന്നെ ആ സംഭവത്തിന് ശേഷം ആ പാവം പഞ്ചായത്ത് പ്രസിഡന്റ് തലയ്ക്ക് ഒഴിവില്ലാതെ പിച്ചും പോയി പറഞ്ഞു നടക്കാം. എന്റെ ഈശ്വര, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉടനെ നടത്തേണ്ടി വരുമല്ലോ. ഒരു പഞ്ചായത്തിലെ ഗ്രാമപിതാവിന്റെ തലയ്ക്ക് ഷോക്ക് കൊടുത്ത് ഭ്രാന്തനാക്കി മാറ്റിയ തായ് ഏത് ബ്യൂട്ടീഷ്യനാണോ? ശവത്തിൽ കുത്തല്ലേ സാബ്. വോൾട്ടേജ് അല്പം കൂടി പോയതാണ് പ്രശ്നം. മുതലാളി, എനിക്കൊരവസരം കൂടി തരണം. ഈശ്വര, ഇനി ആരുടെ തലകരിക്കാനാ? കമ്പ്യൂട്ടർ കട്ടി ഞാൻ നിർത്തി. അതാ നല്ലത്. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. മുതലാളിയുടെ പണം എന്ന് പറഞ്ഞാൽ എന്റെ കൂടി പണമാ. മനസ്സിലായോ എനിക്ക്? ഞാൻ ഞൂലിനും പത്തി വെച്ച് തുടങ്ങി. മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം. ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാർ. മനസ്സിലായില്ല? എനിക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ്ങുള്ള കാശ് സമയവും തരണം. പപ്പുവിന്റെ കടയിൽ കസ്റ്റമേഴ്സിനെ കിട്ടാതെ അവന്റെ കട അടച്ചു പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതിനുള്ള വിദ്യ എന്റെ ഉണ്ട്. താൻ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടോ. ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് മാറി നിൽക്കണോ? അത് കൊള്ളാം. എത്ര പണം ഇനി നഷ്ടം വന്നാലും ശരി, ആ പപ്പുനെ തറ പറ്റിക്കണം. എന്ത് സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ, ഭൂലോക സുന്ദരിയിൽ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ, ഭൂലോക സുന്ദരിയിൽ. മീശ വടിച്ചാൽ താടി വടി ഫ്രീ. മീശ വടിച്ചാൽ താടി വടി ഫ്രീ. താടി വടിച്ചാൽ മീശ വടി ഫ്രീ. താടി വടിച്ചാൽ മീശ വടി ഫ്രീ. താടി മീശ വടിച്ചാൽ മുട്ടയടി ഫ്രീ. താടി മീശ വടിച്ചാൽ മുട്ടയടി ഫ്രീ. ഫ്രീ 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 ഫ്രീ. അവന്മാര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ.
എന്ത്? അല്ല, നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തികെട്ടന്മാരാണോ? ആ. ഒരു പെണ്ണ് വരുന്നെന്ന് കേട്ടപ്പോ തന്നെ വായി വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച് ക്യൂലോ നിൽക്കുകയാണ് കാശുമായിട്ട്. വനിതാ കണ്ടക്ടർ, വനിതാ പോലീസ്, വനിതാ ആട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വനിതാ ബാർബറ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗ്രാമത്തിന്റെ പൾസറിഞ്ഞാൻ അവൻ കളിച്ചലോടെ സോലയെ ആരാണെന്ന് നോക്കിയേ. പോടോ നായർ സാർ, ക്യൂയിൽ പോയി നോക്കടോ. ഇങ്ങോട്ട് വാ. തനിക്കെന്താ ഈ ക്യൂവിക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ ചാരപ്പണിയാണല്ലേ? യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, കേശാലങ്കാര രംഗത്തെ രോമാഞ്ച കന്യക ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളുടെ ജടപിടിച്ച താടിയും കാടുപിടിച്ച മുടിയും വെട്ടിത്തെളിക്കാൻ ത്രിലോക സുന്ദരി രംഗത്ത്. ആയിരക്കണക്കിന് സിനിമാ നടികളുടെ പേഴ്സണൽ ലേഡി ബാർബറായ ത്രിലോക സുന്ദരി ഇതാ വരുന്നു. ഭൂലോക സുന്ദരിയെ പരാജയപ്പെടുത്താൻ ഇതാ ത്രിലോക സുന്ദരി. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. ത്രിലോകസുന്ദരി തന്നെ, സംശയമില്ല. പക്ഷെ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? നമ്മളെ മൈൻഡ് ചെയ്യണേ. പപ്പുവിനെ പട്ടിണി കിടാൻ നോക്കിയപ്പം അവസരം എന്തേ പപ്പു കാശ് വാരണം. എന്താ അവിടുത്തെ തിരക്ക്? സൗജന്യമായിട്ട് ജപ്പാൻ പഠിക്കാനിരുന്നിട്ടും കാശ് കൊണ്ട് ഓരോരുത്തർ പങ്കാശിന്റെ അടുത്തേക്ക് ഓടുകയല്ലേ. അല്ല, നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും ഓടിപ്പോവും. നമുക്കും അതുപോലൊരു വനിതാ ബാർബറെ കൊണ്ടുവന്നാലോ? പിന്നെ വനിതാ ബാർബർമാര് ജോലി തേടി അലഞ്ഞു നടക്കുകയല്ലേ. എന്റെ മുതലാളി ലോകത്തെ ഏക വനിതാ ബാർബറിയാണ് ഈ പങ്ക്രി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. അല്ല, ജപ്പാൻ ചില ഭാര്യമാരെ ആരെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തൂടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ റൂട്ടിലേക്ക് എന്റെ ചിന്ത തിരിച്ചുവിടാമായിരുന്നു. ആ എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെ വേഗം കട്ടിങ്ങും ഷേവിങ്ങും പഠിപ്പിക്കാൻ നോക്ക്. ഓടിച്ചെന്ന് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ പലചരക്കടേന്ന് കിട്ടും. എന്റെ മനസ്സിന് സങ്കല്പത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടണ്ടേ കൂലിപ്പട്ടാളം? അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഒരു വെടിക്ക് രണ്ട് വെടി. വേണ്ട, ഒരു പട്ടാളക്കാരോട് ഉള്ളപ്പോ വെറുതെ നീ കയറി വെടിവെച്ച് രാജ്യദ്രോഹിയാകണ്ട. ഞാനൊരു ചൊല്ലു പറഞ്ഞതേ ഉള്ളൂ, മിണ്ടാതെ പോ. മുതലാളി, പങ്കജാക്ഷിയെ നമ്മുടെ പക്ഷത്തേക്ക് മറിച്ചാലോ? അതെങ്ങനെയാ? അവൾ പപ്പുവിന്റെ ജ്യേഷ്ഠന്റെ മോളല്ലേ? അതെ. നമ്മളിനി എന്ത് അഭ്യാസം കാണിച്ചാലും അവൾ നമ്മുടെ പക്ഷത്തേക്ക് വരില്ല. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. അതങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. മുതലാളിയുടെ സ്വന്തം മോള് പപ്പുവിന്റെ ചക്രവാണിന്റെ പക്ഷത്തായതോ? അത് പിന്നെ പ്രേമം അല്ലേ? അതേ ഒറ്റമൂലി തന്നെ ഇവിടെ നാം പ്രയോഗിക്കണം. ആ ഒറ്റമൂലിക്ക് മുന്നിൽ വഴങ്ങാത്ത സ്ത്രീ ഹൃദയങ്ങളില്ല. ഈ ജപ്പാൻജി പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അവൾ പിന്നെ ഭൂലോക സുന്ദരിയിലായി. അതെ, മുതലാളിയുടെ മകളെ പ്രേമിച്ചതിന് ഒരു തിരിച്ചടിയുമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയായാലും ശരി, അവൻ എന്റെ മുമ്പിൽ തോക്കുന്നത് എനിക്കൊന്ന് കാണണം. പങ്കജാക്ഷി നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? വെറും ഒരു ബ്യൂട്ടീഷ്യന് കഴിയാത്തത് ചിലപ്പോൾ ഒരു പട്ടാളക്കാരനെ കൊണ്ട് കഴിഞ്ഞെന്നിരിക്കും. സന്യാസിനി ഓ ആ നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീതബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ആ, ഈ പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. അയ്യേ, ജപ്പാൻജി ഒന്ന് മനസ്സിലാക്കണം. ഒരു പുരുഷന്റെ സൗന്ദര്യം അവന്റെ ആരോഗ്യത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും പവർ മാൾട്ട് നിന്ന് മസിൽ പിടിച്ച് നടക്കുന്നതിന്റെ പുറകെ പോകണ്ടേ? പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. ആ, നീ പൗരുഷം എന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഏത് ഭാഗത്ത് വരും? ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഐ ആം എ സോൾജർ. എടോ ഉണക്കപ്പട്ടാളം, പങ്ക് ഇപ്പൊ എനിക്കുള്ളതാണ്. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അവൾ എന്റേതാണ്.
എന്റേത് മാത്രം, എന്റേത് മാത്രം. ഹേയ്! ഓ. പാങ്കരെ. ജപ്പാന പൊക്കോ. സ്വലെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് മുതൽ ഒരാഴ്ചക്കകം ഞാൻ അവളെ പ്രേമിച്ച് കെട്ടിയിരിക്കുന്നു. അതിനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ചു. ഒരാഴ്ചക്കുള്ളിലോ? എന്ത്? 3 ദിവസത്തിനുള്ളിൽ പങ്കജാക്ഷി കെട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ നായർ സാബ് നടക്കുന്നത്. ആ വാനര എനിക്കൊരു പാരയായി തരുന്ന ലക്ഷണമാണല്ലോ. അവനും ശ്രമിക്കട്ടെ. നിങ്ങളിൽ ആരായാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പങ്കജാക്ഷി മറിഞ്ഞിരിക്കണം. എന്നാൽ അവൾ ഉടൻ മറിയും. അവൾ കൈനറ്റി ഹോണ്ടയിൽ വരുന്നു. ഇടവഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്റെ ബൈക്ക് എടുത്തു ചാടുന്നു, കൂട്ടുപിടിക്കുന്നു, മറിഞ്ഞു വീഴുന്നു. നമ്മൾ കെട്ടിപ്പറിയുന്നു. എന്റെ പരിക്കുകൾ സാരമാക്കാതെ ഞാൻ അവളെ വാരി കോരിയെടുത്ത് ശുശ്രൂഷിക്കുന്നു. പ്രേമത്തിന്റെ ആദ്യ ചലനങ്ങൾ അവിടെ തുടങ്ങുകയായി. എന്റെ ഈശ്വര, എന്ത്? ഇതേ പരിപാടി തന്നെ ഞാൻ നായർ സാബും പ്ലാൻ ചെയ്ത് വെച്ചേക്കണത്. ഹലോ, കാര്യം നിങ്ങൾ എതിർപക്ഷത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ കളിക്കുകയാണ്. പക്ഷെ ഞാൻ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. നല്ല സ്പിരിറ്റ് എവിടെ കിട്ടും? ആ സ്പിരിറ്റ് അല്ല, ഒരു സാഹോദര്യം. ഇവിടെ എന്റെ സിസ്റ്ററിന്റെ ഭാവിയാണ് പ്രശ്നം. ചക്രവാണി, കാര്യമുണ്ട്. പങ്കജാക്ഷി എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ജപ്പാനെ പോലെ സുന്ദരനും മാന്യനുമായ ഒരു ബാർബർ ആവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഒരു പക്ഷേ എന്ത്? അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൾക്ക് കൂടുതൽ താല്പര്യം ആ പട്ടാളക്കാരനോടാണെന്ന്. പക്ഷെ ഞാൻ ആ ബന്ധത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അവര് തമ്മിൽ എങ്ങനെ മാച്ചാനാ? മാടപ്രാവിനെ ഒരു കൊതുക് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അയാളെ എങ്ങനെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിച്ച് ജപ്പാൻ തന്നെ എന്റെ സിസ്റ്ററിന് ഒരു ജീവിതം കൊടുക്കണം. അളിയന്റെ മനസ്സ് കാണാൻ ഞാൻ വൈകിപ്പോയി. എതിർ ഗ്രൂപ്പിൽ നിന്ന് അളിയനെതിരെ കളിച്ചതിന് എന്നോട് പൊറുക്കണം. ഓ, അതൊന്നും സാരമില്ല. പിന്നെ ഇങ്ങനൊരു സംസാരം നടന്നു വരും ആരും അറിയാൻ പാടില്ല. ഗുണശേഖരൻ അമ്മാവന്റെ മുമ്പിൽ നമ്മൾ പഴയതുപോലെ ശത്രുക്കൾ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോട്ടെ. അയ്യോ, ഓടിയേ. ഇന്ന് വണ്ടി എടുത്തില്ലേ? ഇല്ല, നടക്കാന്ന് വെച്ചു. അത് ശരിയാണ്. നടക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആയുസിനും സർവോപരി മാനസികമായ അടുപ്പത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ്. ഐ ലവ് യു. എന്താ? ഞാൻ പങ്കെ സ്നേഹിക്കുന്നു. അയ്യോ, സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പക്ഷേ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. അത് ശരി. പ്രേമത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. പങ്കെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് വെട്ടിയും പഠിച്ച് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷെ അതിനൊരു പട്ടാളക്കാരന്റെ കരുത്തും ആത്മധൈര്യവും ഇരിക്കുന്ന പട്ടാളക്കാരനുണ്ടോ ആത്മധൈര്യം? അവൻ വായുവിൽ അലിഞ്ഞില്ലാണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയനാക്കി. അയ്യോ, അപാര കോൺസെൻട്രേഷൻ തന്നെ. കോൺസെൻട്രേഷൻ ടെസ്റ്റോ? അതെന്ത്? അയ്യോ, അതറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിന്റെ ഗ്യാപ്പിലൂടെ എന്റെ ഇരു കൈയിൽ മുട്ടാറ നായർ സാബ് ഇങ്ങനെ 100 പ്രാവശ്യം കൈ ഓടിച്ചു. 1, 2, 3, 4, 5. ഭയങ്കര കോൺസെൻട്രേഷൻ, അപാരമായ മെന്റൽ പവർ. അവൻ 100 പ്രാവശ്യമല്ലേ ഓടിച്ചുള്ളൂ. ഞാൻ 1000 പ്രാവശ്യം ഓടിക്കാം. പങ്കെ കൈ ചേർത്ത് പിടിക്കുക. രണ്ടിലും മുട്ടാൻ പാടില്ല. കണ്ണടക്കണം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. ഒന്ന് മാറി 499, 501, 502, 503, 504. ഇനി ബാർബർ ഷോപ്പ് അടച്ചു പൂട്ടാം. രാവിലെ കണ്ടപ്പോ കുഴപ്പമൊന്നുണ്ടായില്ലല്ലോ. ഇനി കമ്പ്യൂട്ടർ കട്ടിങ്ങിൽ നിന്ന് പെട്ടെന്ന് കത്രിക കട്ടിങ്ങിലേക്ക് മാറിയതിന്റെ ആഘാതമായിരിക്കോ? ദൈവമേ, തളിച്ചോ? ദൈവത്തിനെ വിളിക്കാതെ നമുക്കൊരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വേറെ വഴിയുണ്ട്. 519. എന്റെ ബൈക്ക്, അവന്റെ ഒരു ബൈക്ക് കടയും തുറന്നിട്ട് വഴിവാക്കിൽ നിന്ന് കോപ്രായം കാണിക്കത്തോടാ. പോരാടുന്നു.
ചെല്ലാൻ. എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം കലങ്ങത്തില്ലേ അച്ഛനാ. കൊച്ചച്ഛനും കുഞ്ഞമ്മയും ചക്രവും ഞങ്ങളോട് ക്ഷമിക്കണം. കളിച്ച് കളിച്ച് കളി കാര്യമായി പോയി. കൊച്ചച്ച, ഞങ്ങളുടെ പ്രേമം നാലാൾ അറിഞ്ഞതൊരു കലാപമായി മാറുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് നടത്തിയേക്കാമെന്ന് കരുതി. മാത്രമല്ല, ഇവിടുന്ന് എപ്പോഴാ 144 പ്രഖ്യാപിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ പുറത്തിറങ്ങി കല്യാണം കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. ചക്രുവളിന് എന്തൊന്നും മിണ്ടാത്തത്? ഞാനീ കാണിച്ച് തെറ്റായിപ്പോയോ? തെറ്റായിപ്പോയി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു രജിസ്റ്റർ മാരേജിനേക്കാളും എനിക്കിഷ്ടം എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയുള്ള ഒരു വിവാഹമാണ്. എല്ലാവരുടെ അനുഭവത്തോടെ ആണെങ്കിൽ ഞാൻ പങ്ക്രിയെ വൺസ് മോർ കൂടി മാരി ചെയ്യാൻ തയ്യാറാണ്. കൊച്ചച്ഛന് എന്തൊന്നും മിണ്ടാത്ത? ഇവന്റെ പ്രേമം ഒന്ന് പുഷ്പിച്ച് കാണാൻ വേണ്ടിയാ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ പുഷ്പിച്ചത് ഇവളായിപ്പോയി. മക്കളെ, എനിക്കും ശാന്തയ്ക്കും ഒരു പ്രേമത്തിന് എതിരേക്കാനാവില്ല. അതാണ് എന്റെ അച്ഛൻ. മനസ്സിലായല്ലോ? എന്താ നോക്കിയിരിക്കുന്നത്? അകത്തോട്ട് കയറ്. ജപ്പാൻജി, കലക്കി ജപ്പാൻജി. ഞാൻ പറഞ്ഞതുപോലെ സംഗതികളൊക്കെ ഒപ്പിച്ചല്ലോ. എടോ പരോപകാരി പപ്പു, ഇനി വനിതാ ബാർബർ വെച്ച് താനെന്ന് ആളെ കൂട്ടുന്ന എനിക്കൊന്ന് കാണണം. നാളെ മുതൽ ജപ്പാൻജിയും ഈ പങ്കജിയും ഭൂലോക സുന്ദരിയില്ല. 2 ചട്ടുകളുടെ മുഖത്ത് നോക്കി ആട്ടിട്ട് വേഗം വാ ജപ്പാൻജി. എന്റെ കൊച്ചച്ഛനും ആളിയനും എതിരെ ശബ്ദിച്ചാലുണ്ടല്ലോ, ഇറങ്ങടാ പട്ടി വെളിയിൽ. എന്താ വലുകാലം വെച്ച് കയറാം.